இந்த மாதிரி இருந்தா இந்த ബീഫിനെ ഇപ്പിരി ആക്കിയ ഒരു കഥ சொல்லட்டுமா. ബീഫ് വേവിക്കാനായിട്ട് എടുത്ത സമയം മുതൽ കണക്കാക്കിയ കൂടിപ്പോയ ഒരു മണിക്കൂറിന് താഴെ മാത്രമേ ഞാൻ ഈ ഒരു കളറിലും രുചിയിലും ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പം എങ്ങനെ കൂടെ കൂടുമല്ലേ. കഴുകി വൃത്തിയാക്കി 1.25 കിലോയോളം ബീഫിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ച് നന്നായി തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് 3/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല പോലെ നിളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 6 മുതൽ 7 വരെ വിസിലടുപ്പിച്ചേക്കും ആ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഏറെ മുഴുവനായും പോയതിനു ശേഷം ആ മൂട് തുറന്ന് നോക്കുമ്പോൾ ബീഫൊക്കെ ഒരു 85% കുക്കായിട്ടുണ്ടാവും. ഇനി എണ്ണ ഒഴിച്ച് ചൂടായ ചുവട് കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഉലുവായും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ച് ഈ തേങ്ങാക്കൊത്തിന്റെ കളറൊക്കെ മാറി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും സ്ലൈസ് ചെയ്തൊരു സവോളയും ചേർത്ത് ഇളക്കി വഴറ്റി വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് ചതച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ നല്ല അടിപൊളി ബീഫ് ഫ്രൈ റെഡി. ഇതിപ്പോൾ എന്തിൻ്റെയൊക്കെ ഇപ്പോൾ കഴിക്കാന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് എന്ന് കമൻറ്റ് ഇടുക. കൂടാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.